الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സ്രഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, ദീനുൽ ഇസ്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കടമകളും കടപ്പാടുകളുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കടമകളും കടപ്പാടുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ് നമ്മൾ അതിലൂടെയൊക്കെയും നിറവേറ്റുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിനുള്ള ഇബാദത്ത് തന്നെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുക. ആ ഇബാദത്ത് റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും അതിലൊരു ദുആ ഉണ്ടാകും, ഒരു പ്രാർത്ഥനയുണ്ടാകും. അതിലൊക്കെ അദ്ദുആ ഹുവൽ ഇബാദ എന്നുള്ള ഹദീസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആ അർത്ഥത്തിൽ റബ്ബ് കൽപ്പിച്ച നിലക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ പുലർത്തേണ്ട കടമകളോട് കടപ്പാടുകളോട് നീതി പുലർത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഇബാദത്തുകൾ ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വിവാഹം, അതേപോലെ ദാമ്പത്യം, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങൾ. പ്രധാനമായും കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ സംസാരിച്ച വിഷയം, ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ വളർന്നു വരുന്ന വിവാഹപ്പേടിയെക്കുറിച്ചാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആൺകുട്ടികളും യുവാക്കളും വിവാഹത്തിൽ നിന്ന് പിന്തിക്കപ്പെടുകയോ അല്ലെങ്കിൽ വൈകിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നതുണ്ട്, സ്വാഭാവികമാണല്ലോ. അപ്പോൾ പെൺകുട്ടികളുടെ ഈ വിവാഹപ്പേടിയുടെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പല അനുഭവങ്ങളും പലർക്കും പലതായി പറയാനുണ്ട്.
ഇവിടെ നമ്മൾ ഇസ്ലാമികമായി ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പറയാം. ഒന്നാമതായി, ദാമ്പത്യം ആരംഭിക്കുമ്പം അതിൽ തുടങ്ങുന്നത്, അതിന്റെ അടിസ്ഥാനം വലിയ ഒരു കരാറിലൂടെയാണ് ആരംഭിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യവും തിരിച്ചറിവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ആ കരാറ് പാലിക്കുന്നിടത്ത് പരാജയപ്പെട്ടു പോകുന്നു എന്ന് ചുരുക്കം. ആ കരാർ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല കരാറിനെ കുറിച്ച് പറഞ്ഞത് സൂറത്തു നിസാഇന്റെ 21-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗം വായിക്കുമ്പോൾ അവിടെ കാണാം, വ അഖദ്ന മിൻകും മീസാഖൻ ഗലീള എന്ന്. ദാമ്പത്യം തുടങ്ങുന്നത് വിവാഹത്തിലൂടെയാണ്. ആ വിവാഹത്തിലൂടെ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണകൾ സ്വീകരിക്കുന്നത് അതിശക്തമായ ബലിഷ്ഠമായ ഒരു കരാറാണെന്ന്. അപ്പൊ ആ കരാറിനെ അതിശക്തമായ കരാർ എന്നുള്ള നിലക്ക് ഖുർആൻ പരിചയപ്പെടുത്തിയ സ്ഥിതിക്ക് അതിനനുസൃതമായിട്ടുള്ള ഒരു കുടുംബ സംവിധാനം നമ്മൾക്ക് രൂപപ്പെടുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ, ഇത് റബ്ബിന്റെ പേരിൽ തുടങ്ങി വച്ചിട്ടുള്ള ഒന്നാണ് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ദാമ്പത്യത്തെ സമീപിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അത് കാണും. ദമ്പതികൾക്കിടയിൽ രഞ്ജിപ്പില്ലായ്മ, യോജിപ്പില്ലായ്മ. ഇനി അതേപോലെ തന്നെ വീട്ടിൽ കെട്ടിച്ചയക്കുന്ന ഇപ്പോ ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മൂത്ത മകൾ അല്ലെങ്കിൽ മൂത്ത സഹോദരി, ആ മൂത്ത സഹോദരിയെ വേറെ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കല്യാണം ചെയ്ത് അയച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന പീഡകൾ, അവിടെ നിന്നുണ്ടാകുന്ന ദുരനുഭവങ്ങൾ, ഇത് കാണുമ്പോണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമുക്കിടയിൽ, നമ്മുടെയൊക്കെ തന്നെ വീടുകൾ അതിന് നിമിത്തമാകാതിരിക്കാൻ പാടില്ല. ഉണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പൊ ഇവിടെയൊക്കെ ഈ കരാറിനോട് കാണിക്കുന്ന വലിയ ഒരു ലംഘനം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പൊ എന്താ പരിഹാരം? ആ പരിഹാരം കരാറിലേക്ക് തിരിച്ചു വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തുടങ്ങുന്നിടത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത് റബ്ബിന്റെ പേരിൽ എടുത്തിട്ടുള്ള ഒരു കരാറാണ്. അപ്പൊ കരാർ അതാണ് എങ്കിൽ റബ്ബ് പറഞ്ഞതുപോലെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. പക്ഷെ അതിന് സാധിക്കാതെ പോകുമ്പോ പല അനുഭവങ്ങളും ദുരനുഭവങ്ങളായിട്ട് വീട്ടിൽ നിന്നുണ്ടാകുമ്പോ, അത് കാണേണ്ടി വരുമ്പോ, ചെറിയ മുതിർന്ന സഹോദരിമാര് അവിടെ നിന്നുണ്ടാകുന്ന കെട്ടിച്ചയച്ചോടുന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ കാരണം അവരുടെ ഉമ്മാനടുക്കലേക്ക് വരുന്നു, അവരുടെ കണ്ണീര് കാണുന്നു, അവരുടെ പ്രയാസങ്ങൾ കേൾക്കേണ്ടി വരുന്നു, അവരുടെ ദുരനുഭവങ്ങൾ അറിയേണ്ടി വരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ഇളയ സഹോദരിമാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസങ്ങൾ, ഇതൊക്കെ ഇത് നിമിത്തമാകുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക്, ലിബറൽ ചിന്തകൾ കടന്നു വരുമ്പോ, ആധുനിക മീഡിയകൾ കടന്നു വരുമ്പോ അതിലേക്ക് പ്രചോദിതമാകാനുണ്ടാകുന്ന വലിയ കാരണങ്ങൾ എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയകമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അഥവാ തുടർച്ചയായി വിഷയം പറഞ്ഞു വരുമ്പോൾ സൂചിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത്, വിവാഹ ബന്ധം എന്ന് പറയുന്നത് റബ്ബിന്റെ മാർഗത്തിൽ ഉള്ള ഒരു ഒരുങ്ങലാണ് എന്നുള്ള സ്ഥിതിക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യത്തിലും ഭക്തിയിലും പരസ്പരം ഉള്ള സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള കൽപ്പന, അത് പൊതുവായ കൽപ്പനയാണ്. അത് ദാമ്പത്യത്തിൽ ഈ കരാറിന്റെ ഭാഗമായി കൊണ്ട് നമുക്കുണ്ടാകണം. കാരണം ആ അർത്ഥത്തിൽ ഒരു ജീവിതത്തിന്റെ കരാറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകൾക്കിടയിലൂടെ രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ഈ കരാറിന്റെ ഭാഗമായി കൊണ്ട് രൂപപ്പെട്ടു വരുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ നിയമങ്ങളുടെ പേരിലാകുന്നു ഈ കരാർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും റബ്ബിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് ഈ കരാറിന്റെ ഭാഗമാണ്. ഈ കരാറിനോട് ആ അർത്ഥത്തിൽ ലംഘനം ഉണ്ടാകാൻ പാടില്ല. ഓതി കേൾപ്പിച്ച ആയത്തിലേക്ക് നമ്മൾ വരുമ്പോ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കടമകളെ കുറിച്ച്, കടപ്പാടുകളെ കുറിച്ച് സംസാരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. എന്താണ് ആ ഭാഗം? ഒരുപാട് വിഷയങ്ങൾ പരാമർശിച്ചു പോകുന്ന ഒരു ആയത്താണത്. അതിൽ ചെറിയ ഒരു ഭാഗം എടുക്കാം. അർ-റിജാലു ഖവ്വാമൂന അലൻ-നിസാ എന്ന് പറയുന്ന ഭാഗം. അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിലുണ്ട്. അതിൽ താരതമ്യേന ഒരു ഖുത്ബയിൽ പറയാവുന്ന നിലക്ക് നമുക്ക് പറയാവുന്ന ഒരു യോജിപ്പുള്ള വ്യാഖ്യാനം എന്നുള്ള നിലക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, അർ-റിജാൽ എന്ന് പറഞ്ഞാൽ അത് ഭർത്താക്കന്മാരെ കുറിച്ചാകുന്നു. ലോകത്തുള്ള എല്ലാ പുരുഷന്മാരെ കുറിച്ചും പറയാൻ അർ-റിജാൽ എന്നുള്ള ഒരു പ്രയോഗം പ്രയോഗിക്കൂല. റിജാലുൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കൂടിയ എല്ലാ ആളുകളും പറയും. അർ-റിജാൽ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകമായി കൊണ്ട് ഒരു പ്രത്യേകം ഒരു റിജാൽ പ്രത്യേകമായി കൊണ്ട് സ്പെസിഫൈ ചെയ്ത്
പറയുന്ന പുരുഷന്മാരാകുന്നു. ആരാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്? ഭർത്താക്കന്മാർ അഥവാ പുരുഷ ഇണകൾ എന്ന് പറയാവുന്നവർ, അവരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അള്ളാഹു പറയുന്നു. അങ്ങനെയുള്ള പുരുഷ ഇണകൾക്കുള്ള ഒരു ബാധ്യതയാണ് ഖവ്വാമൂൻ എന്നുള്ളത്. ഈ ഖവ്വാമൂൻ എന്നുള്ള വാക്കിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. ആ ഖവ്വാമൂൻ എന്നുള്ള വാക്കിന് മലയാളത്തിൽ നിയന്ത്രണാധികാരം എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും അതിന്റെ തഫ്സീർ വ്യാഖ്യാനങ്ങൾ, അറബി തഫ്സീറുകളൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന അതിസുന്ദരമായ ഒരു വ്യാഖ്യാനം എന്താന്ന് ചോദിച്ചാൽ, ഖിയാമുർ റജുലി അലൽ മർഅ എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് പുരുഷന് സ്ത്രീയുടെ മേൽ ഖിയാമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണാധികാരം എന്ന് മലയാളത്തിൽ വെച്ചാൽ പോലും അതിന്റെ അർത്ഥം അതൊരു മസ്ഊലിയത്താണെന്നാണ്. മസ്ഊലിയത്ത് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമാണ് എന്നാണ്. ആ ഉത്തരവാദിത്വം അവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഉത്തരവാദിത്വമാണ്. ഷുഊൻ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഷുഊനുഹ, അവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഉത്തരവാദിത്വമാകുന്നു. ലൈസ ഖിയാമു തസല്ലുതിൻ വതഹക്കുമിൻ, അവരുടെ കാര്യത്തിൽ തസല്ലുതല്ല തഹക്കുമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ വിധിച്ചതുപോലെ നീ നിന്നോളണം എന്ന് പറയാനുള്ള ഒന്നല്ല ഈ ഖവ്വാമിയത്ത് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ തസല്ലുതല്ല, അവരുടെ പേര് സ്വേച്ഛകൾ അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒന്നല്ല ഈ ഖവ്വാമിയത്ത് എന്ന് പറയുന്നത്. വലാകിന്നഹു മസ്ഊലിയത്തുൻ, അതൊരു മസ്ഊലിയത്താണ് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ അർ-റിജാലു ഖവ്വാമൂന എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചപ്പോൾ എന്താണ് ഈ ഖവ്വാമൂൻ എന്നുള്ള വാക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ വേറെ തഫ്സീർ എന്താണെന്നറിയോ? ഹാദിഹിൽ വളീഫ, ഇതൊരു വളീഫത്താണ്, ഇതൊരു ഉത്തരവാദിത്വമാണ്, അല്ല ഇതൊരു ബാധ്യതയാണ് എന്നാണ്. ഇത് ഈ പുരുഷനുള്ള ഭർത്താക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ പുരുഷ ഇണകളായിട്ടുള്ള ആളുകൾക്കുള്ളത് ഒരു വളീഫത്താണ്, അഥവാ അത് ഒരു ഉത്തരവാദിത്വം, ഒരു ചുമതലയാണ്, ഒരു ബാധ്യതയാണ്. ലൈസത്ത് അലൽ ഇസ്തിഇലാഇ വൽളുൽമ, അക്രമം കാണിക്കാനുള്ളതല്ല, അനീതി ചെയ്യാനുള്ളതല്ല, അധീശാധികാരം അടിച്ചേൽപ്പിക്കാനുമുള്ളതല്ല. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. പലപ്പോഴും ഈ വിഷയവും നമ്മൾ നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് കെട്ടിച്ചയക്കപ്പെട്ട കുട്ടികൾക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ, അത് ആ വീട്ടിലുള്ള പുരുഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇനി അതേപോലെ തന്നെ അവിടെയുള്ള മറ്റു ഉമ്മമാരുടെ ഭാഗത്ത് നിന്ന് അതല്ലെങ്കിൽ മറ്റു സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെ കണ്ട് വളരുമ്പോൾ ആ വീട്ടിൽ ഒരു സുരക്ഷിതത്വമില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ, സുരക്ഷിതത്വമുള്ള വീട്ടിൽ നിന്ന് അവിടേക്ക് കെട്ടിച്ചയക്കപ്പെട്ട കുട്ടിക്ക് കാണേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ, അത് പുരുഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാവാം. അതൊക്കെയും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ വിഷയത്തിൽ നല്ല ഒരു അള്ളാഹു കൽപ്പിച്ചതുപോലെ എന്ന് പറയാവുന്ന രീതിയിൽ കുടുംബത്തെ സംവിധാനിക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള ബാധ്യത ഈ ആയത്തും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങളും നമ്മൾ ബാധ്യതപ്പെടുത്തുന്നുണ്ട്, നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പ്രധാനപ്പെട്ട വേറെ വിഷയം എന്താ? സ്വന്തം ഇണകളോട് അള്ളാഹു പ്രമാണബദ്ധമായി പറയുമ്പോൾ സ്വന്തം ഇണകളോട് ഏറ്റവും നല്ല രീതിയിലായിരിക്കണം പെരുമാറേണ്ടത്. നല്ല രീതിയിൽ പെരുമാറാന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റം ഉണ്ടാകണം. ആ അർത്ഥത്തിൽ വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ആർദ്രതയുള്ള സംസാരങ്ങൾ വേണം, കരുണ നിറഞ്ഞ സംസാരങ്ങളായിരിക്കണം, ഒരിക്കലും അടിച്ചമർത്തുന്ന രീതിയിൽ ആയിരിക്കരുത് എന്നിത്യാദി വ്യാഖ്യാനങ്ങൾ. അതേപോലെ നിന്ദിക്കാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല പോലെയുള്ള പരാമർശങ്ങളൊക്കെ തന്നെയും ഇതിന്റെ വിശദീകരണമായി കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നമ്മൾക്ക് ഈ കരാറിന്റെ ഭാഗമായി കൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ള ആ ഇണയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയാണത്. കരാറിന്റെ ഭാഗമാണ് ആ കൽപ്പന. ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല രീതിയിലുള്ള മുആശറത്ത് വേണം, നല്ല രീതിയിലുള്ള ഈ സഹവാസം വേണം എന്നതാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് ആ ആയത്തിൽ എത്രത്തോളം പറഞ്ഞു, അവളുടെ അടുക്കൽ നിന്ന് അനിഷ്ടകരമായ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഫഇൻ കരിഹ്തുമൂഹുന്ന, എന്തെങ്കിലും നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഇവളൊക്കെ ഇങ്ങനെയാണ് എന്ന് പറയാതെ ഒരു വിധികൽപ്പന നടത്തുന്നതിന് പകരം അവളിലുള്ള ആ ഇണയിലുള്ള നന്മകളെ കണ്ടെത്താൻ ശ്രമിക്കണം എന്ന് അല്ലാഹു പറയുന്നു. ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജ്അലുല്ലാഹു ഫീഹി ഖൈറൻ കസീറ, എന്തെങ്കിലും നമ്മൾക്ക് അനിഷ്ടകരമായി തോന്നുകയാണെങ്കിൽ പോലും അതിലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നൊരു ഖൈർ ഉണ്ടാകും. ഇതല്ലാത്ത വേറെയും ഖൈർ അവളിൽ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന മുആശറത്ത്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി എന്ന്. ഞാൻ നിങ്ങളുടെ ഖൈറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഖൈറായ ആൾ ആരാണ്?
ഖൈറായ ആൾ. ഖൈർ എന്ന് പറഞ്ഞാൽ നല്ലവൻ ആരാണ്? നല്ലവൻ ആരാണെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ഖൈറുക്കും ലി അഹ്ലിഹി, അവന്റെ അഹ്ലിനോട്. അഹ്ൽ എന്നാണ് കുടുംബത്തിന് പറഞ്ഞ വാക്ക് എന്ന് കഴിഞ്ഞ ഒരു ഖുത്ബയിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർക്കുന്നത്. ഉസ്രത്ത് എന്ന വാക്ക് പറയാതെ, ആയിലത്ത് എന്ന അറബി വാക്ക് ഉണ്ടായിട്ടും അത് പറയാതെ അഹ്ൽ എന്ന സുന്ദരമായ ഒരു വാക്ക് ഖുർആൻ പ്രയോഗിച്ചു. അഹ്ൽ എന്ന് പറയുമ്പോൾ സ്വന്തത്തെ സൂചിപ്പിക്കാനുള്ള വാക്കാണ്, തന്റെ സ്വന്തം എന്ന് പറയാവുന്ന വാക്ക്. നോക്കൂ നിങ്ങൾ, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഉത്തമൻ, നിങ്ങളിൽ നല്ലവൻ തന്റെ സ്വന്തത്തോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുന്നവനാണ്. വ അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ സ്വന്തത്തോട് നല്ല രീതിയിലാകുന്നു ഉള്ളത് എന്ന് പറയാൻ സാധിക്കുന്ന അധ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മൾക്കുള്ള കൽപ്പനയാണ്, അതും കരാറിന്റെ ഭാഗമാണ്. ഈ കരാറിനോട് ലംഘനം വരുത്തുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. ആ പ്രയാസങ്ങൾ നമ്മുടെ വിവാഹം ചെയ്യപ്പെടാത്ത കുട്ടികൾ കാണുമ്പോൾ അവർക്ക് വിവാഹത്തോട് പേടിയുണ്ടാകും, ഭയമുണ്ടാകും. അങ്ങനെയും ഇതൊരു നിമിത്തമായിട്ട് മാറുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അതിപ്രധാനമായ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് അതീവ ശ്രദ്ധയും ബോധവും വേണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, യംബഗീ ലിർറജുലി. ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ വളരെ വേറെ പിന്നെ പൗരുഷത്തോടുകൂടി, അല്ലെങ്കിൽ പൗരുഷം എന്ന് പറയുമ്പോൾ ഈ ഒരു ക്രോധം എന്നൊക്കെ നമുക്ക് പറയും, സത്യത്തിന് വേണ്ടി അതിശക്തമായിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷെ കുടുംബത്തിന്റെ കാര്യത്തിൽ എങ്ങനെയെന്നറിയോ? അദ്ദേഹം പറയാം, യംബഗീ ലിർറജുലി അൻ യകൂന ഫീ അഹ്ലിഹി കസ്സബിയ്യി, ഒരു പുരുഷന് അവന്റെ കുടുംബത്തിൽ കുട്ടിയെപ്പോലെ ആയിത്തീരുക എന്നുള്ളത്. കുട്ടിയെപ്പോലെ ആയിത്തീരുക, തന്റെ കുടുംബത്തിൽ കസ്വബിയെ കുട്ടിയെപ്പോലെ ആയിത്തീരുക എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ഒരു കുഞ്ഞ് എങ്ങനെയായിരിക്കുമോ, ഒരു കുഞ്ഞിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതുപോലെ കുടുംബത്തിൽ എത്തിയാൽ ആയിത്തീരുന്ന ഒരു അവസ്ഥ ഒരു പുരുഷന് ബാധ്യതയുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. ഇതിന് ഇങ്ങനെ കൂടി പറഞ്ഞു, ഫഇൻ കാന ഫിൽ ഖൗമി കാന റജുലൻ, അവന്റെ ഈ പൗരുഷഭാവമൊക്കെ പ്രകടിപ്പിക്കേണ്ടത് അവൻ സമൂഹത്തിൽ വല്ല ഉത്തരവാദിത്വം നിർവഹിക്കാറുണ്ടെങ്കിൽ അവിടെയാണത് കാണിക്കേണ്ടത് എന്നാ. പക്ഷേ അവിടെ പൂച്ചയാവുകയും വീട്ടിൽ പുലിയാവുകയും ചെയ്യുന്ന രീതിയിൽ ഉള്ള ഇണകളാണെങ്കിലോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെയല്ല പുരുഷൻ എന്നുള്ള നിലക്ക് ആകേണ്ടത് എന്ന് പൗരുഷത്തിന്റെ എല്ലാ ഭാവങ്ങളും ജീവിതത്തിൽ പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുത്ത ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമ്മൾ വായിക്കുകയാണ്. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം വീട്ടിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തന്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, ഭൗതികമായി കൊണ്ട് തന്റെ ചിന്തയിലുള്ള പല കാര്യങ്ങളുണ്ടാകും. അതൊക്കെ ഉമ്മറപ്പടിക്കൽ വെക്കും എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഉമ്മറപ്പടിക്കൽ അതൊക്കെ അങ്ങോട്ട് വെച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് കയറുക. ഈ ചിന്തകളോടൊക്കെ കൂടിക്കേടി വീട്ടിൽ കയറി ചെന്നിട്ട് അവിടെ അതിന്റെ പേരിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കി, വിപ്ലവം എന്ന വാക്ക് പ്രയോഗിക്കാൻ പറ്റും എനിക്ക് അറിഞ്ഞുകൂടാ, അവിടെ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു തരം രംഗം സൃഷ്ടിക്കുന്ന ഭർത്താക്കന്മാരാവുക അതുണ്ടാവാൻ പാടില്ല. കാരണം അത് പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മളെ നമ്മുടെ ഇണകൾ വീട്ടിൽ കാത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിവ് വേണം. അതുകൊണ്ട് പുഞ്ചിരി തൂകുന്ന മുഖത്തോടുകൂടി സമീപിക്കാൻ സാധിക്കുക, നല്ല മനസ്സോടുകൂടി വീട്ടിൽ പെരുമാറുകയും അതേ രീതിയിൽ തന്നെ കുട്ടികളോടും ഇണകളോടും ഒക്കെ നമ്മുടെ പെരുമാറ്റ മര്യാദകൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നിടത്ത് പുതുതലമുറകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാകും. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇണജീവിതം കാണുന്നിടത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും ഇതൊരു സുന്ദരമാണ്, മവദ്ദത്ത് കാണുന്നു, റഹ്മത്ത് കാണുന്നു. അങ്ങനെ അവർക്കതിന് മോഹം ജനിപ്പിക്കുന്ന രീതിയിൽ ഒരു കുടുംബ സംവിധാനത്തെ നമ്മൾ തന്നെ ചിട്ടപ്പെടുത്തുമ്പോൾ അവിടെ അവർക്കതിന് താല്പര്യമുണ്ടാകും. ആ താല്പര്യം ഇസ്ലാമികമാണ് എന്നുകൂടി ബോധ്യപ്പെടുത്തുമ്പോഴോ ഇസ്ലാമികമായ റൂട്ടിലൂടെ തന്നെ പോകണം എന്ന് ചിന്തിക്കാനും അവർക്ക് സാധിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയകമായി നമ്മുടെ ചിന്തയിലും മനസ്സിലും ഉണ്ടാകേണ്ടതുണ്ട്. അതിന് അനിവാര്യമായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നോ ആ രീതി നമ്മൾ മാതൃകയായിക്കൊണ്ട് ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വിവാഹ അന്വേഷണം മുതൽ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിന് ശേഷവും ആ ദാമ്പത്യത്തിന്റെ ഊഷ്മളത എന്തായിരുന്നു എന്ന് പഠിക്കുന്നിടത്ത് നമുക്കൊരുപാട് മാതൃകകളുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മകൾ കേൾക്കാനും നന്മകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഇന്ന് ഉരുണ്ടുകൂടി വരുന്ന കുടുംബരംഗത്തെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ഈ ലിബറൽ ചിന്തകൾ നമ്മുടെ മക്കളിലേക്ക് യുവ തലമുറകളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനോടൊക്കെയും ഈ കുടുംബ
സംവിധാനത്തെ മുഴുവനും ഇല്ലാതെയാക്കാനുള്ള ഒളി എജണ്ടകൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമീയത്തിലോടുകൂടി ഇസ്ലാമികതയോടുകൂടി ഇടപെടാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.